ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു 42 സൈസ് ഒരു ചുരിദാർ കട്ടിങ് നൈറ്റിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സൽ സൈസിലൊക്കെ വരുന്ന ഒരു മോഡൽ. അപ്പോൾ അത് എളുപ്പമാണ്. നമുക്ക് 3 മീറ്റർ തുണി, ഇത് കുറച്ച് വീതിയുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ്, സൽവാറിന് മടക്കണ പോലെ. ചുരിദാർ കട്ടിങ് തന്നെയാണല്ലോ. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നൈറ്റിക്ക് എപ്പോൾ ലെങ്ത് എടുക്കുമ്പോഴും താഴെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിന് കുറച്ച് ഭാഗം നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ താഴെ നിന്ന് എടുക്കുക, അളവെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒരു 52 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടിയും എനിക്ക് വേണമായിരുന്നു, പക്ഷേ 52 ഇഞ്ച് കുഴപ്പമില്ല. 52 ഇഞ്ച് ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടു. അപ്പോൾ അടയാളപ്പെടുത്തി ഇടണം. ആ ഒരു അടയാളപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, നമുക്ക് തുണി സേവ് ചെയ്യാൻ പറ്റണത്. അത് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സ്ലീവിന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഇതുപോലെ ആ ഭാഗത്തേക്കാണ് 52 ഇഞ്ച് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഷോൾഡർ ലൈൻ കൊടുക്കണം. ബാക്കി ആ തുണിയിൽ ഞാൻ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആ ഭാഗം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന തുണിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് കണ്ടില്ലേ സ്ലീവിന് കൊടുക്കട്ടോ. സ്ലീവിൻ്റെ ആ ഭാഗം പിന്നെ അതുപോലെ നമുക്ക് ക്രോസ് പീസിനൊക്കെ എടുക്കാം കണ്ടോ. അപ്പോൾ ഞാൻ സാധാരണ കുർത്തിക്ക് എൻ്റെ 7 ഇഞ്ചാണ് കൊടുക്കുക. ഇത് നൈറ്റി ആയതുകൊണ്ട് ഒരു 7.5 ഇഞ്ച് ഞാൻ എൻ്റെ ഷോൾഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ച് തന്നെയാണ് നമ്മളിതിൻ്റെ ആം ഹോളും കൊടുക്കുന്നത് കണ്ടോ. ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂസായിട്ട്. അപ്പോൾ 7.5 ഇഞ്ച് തന്നെ. അപ്പോൾ എനിക്ക് കണ്ടോ, ഇനി എനിക്ക് ചെസ്റ്റിൻ്റെ വരുന്നത്, എനിക്ക് സാധാരണ ഞാൻ കുർത്തിക്ക് 40 ഇഞ്ചാണ് എടുക്കുക. ഇതിന് ഞാൻ 42 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 10.5 വരിക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മളിത് ബാക്ക് ആം ഹോള് ഇതുപോലെ വരച്ചെടുക്കുക കണ്ടോ. ബാക്ക് ആം ഹോള് ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു 15 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് എടുത്തിട്ട് ഇനി അവിടുത്തെ വീതി എത്രയാണെന്ന് പറയാം. അപ്പോൾ വീതി നമ്മൾ പറയണത്, ഞാൻ ചെസ്റ്റ് ഞാൻ 11 ഇഞ്ചല്ല നേരത്തെ എടുത്തത് എല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറവ് നമ്മൾ വേസ്റ്റിന് കൂടെ 1/2 ഇഞ്ച് കുറവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10.5 എനിക്ക് വരിക. അപ്പോൾ ഞാൻ ആ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചു. ഇനി ഷോൾഡർ ടു ഹിപ്പ് എന്ന് പറയുന്നത് 20 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ ഇതുപോലെ 20 ഇഞ്ച് ലെങ്ത്ത്. അവിടെ നിന്ന് എൻ്റെ വീതി വരുന്നത് ചെസ്റ്റിനേക്കാളും 2 ഇഞ്ച് കൂടുതലെന്ന് പറയാം. 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഞാൻ അതുപോലെ വരച്ച് ഞാനത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അത്രയും വേണ്ടു, നമുക്ക് ബാക്കിയുള്ള താഴേക്ക് നമ്മൾ വരച്ചു പോകും കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിത് 1 ഇഞ്ചിൽ എക്സ്ട്രാ എടുത്ത് നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ. ഇനി ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നീട്ടി വരച്ച് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ വരച്ചെടുക്കുക. എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വിട്ട് ഞാൻ 3 എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുള്ളവർക്ക് 2.5 എടുത്താലും മതി. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നോർമൽ അളവാണ് എല്ലാവർക്കും ഉള്ളത് പോലെ. ഇതുപോലെ നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കണത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ കേട്ടോ ഞാൻ അതിൻ്റെ ബാക്ക് ആം ഹോളിൻ്റെ ആ ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു, വരച്ച പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക് നെക്ക് എടുത്ത് മാറ്റുക കേട്ടോ. ഇതൊന്ന് താഴേക്കൊന്നും വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിത് കൂടുതലായിട്ട് പറയുന്നത് ഇതുപോലെ. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളിതുപോലെ ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടിയെടുത്തു കേട്ടോ. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ ഹിപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്ക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും അങ്ങനെ വെച്ച് ആ ഒരു ഇത് കാണുമ്പോഴേ നമുക്കൊരു ഗൈഡ് ലൈൻ പോലെ. ഇത് ഞാനൊരു കാര്യം വിട്ടുപോയിണ്ടായിരുന്നു. നമ്മുടെ ആം ഹോളിൻ്റെ അളവ് എടുക്കുന്നത് 9 കേട്ടോ. ആം ഹോൾ ഞാൻ നേരത്തെ അളക്കാൻ വിട്ടുപോയി. 9.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ആദ്യം ബാക്കി വന്ന തുണി കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ആ സ്ലീവിന് കറക്റ്റായിട്ട് വെക്കാനായിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് കണ്ടോ. 7 ഇഞ്ച് ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ ആം ഹോളിൻ്റെ റൗണ്ടിൻ്റെ പകുതി 9.5 ഇഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മളൊരു 3.5 ഇഞ്ച് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. നമ്മുടെ ക്യാപ്പ് ഹൈറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ ആ 3.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 9.5 ഇഞ്ച് ഇവിടെ നമ്മൾ വേണ്ടി വരുന്നു പറഞ്ഞില്ലേ, മറ്റേ ആം ഹോളിൻ്റെ പകുതി ആണോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ താഴേക്ക് ഒരു 3.5 ഇഞ്ചിലേക്ക് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ അളന്ന് വരിക കേട്ടോ. ഇതുപോലെ കേട്ടോ സ്ലീവിൻ്റെ നമ്മൾ ആ ഒരു ഷേപ്പിലൊന്ന് വളച്ചൊന്ന് കൊണ്ടുവരിക കേട്ടോ. വരച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ സ്ലീവ് എങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് 9.5 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഇത്.
ഇനി 1 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ സീം അലവൻസ് കൊടുത്തു. അതേപോലെ തന്നെ എൻ്റെ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 6.5 ഇഞ്ചാണ്. പിന്നെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ കൊടുക്കുക. ഇതുപോലെ കൊടുത്ത് നമ്മൾ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വിടണം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചീത്തപ്പുറങ്ങളല്ല ഒരുമിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. ഇതിലിപ്പോൾ ഞാൻ ചീത്തപ്പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നല്ല പുറത്തോടെ ഇതുപോലെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. 2 പുറങ്ങളും വേറെ വേറെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലീവിൽ തന്നെയാവും കട്ടാവുക. അപ്പോൾ ശരിയാവില്ല കേട്ടോ. അകം പുറമുള്ള തുണികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഉണ്ടാവും ഇതിന് അകം പുറമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ. നമ്മൾ എടുക്കുമ്പോൾ ആ ഫ്രണ്ട് സ്ലീവിൻ്റെ നമ്മൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നോളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് വന്നോളും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുക. അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയുന്നവർക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ നിങ്ങൾ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പീസ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് പാച്ച് വർക്കിന് കൊടുക്കണമല്ലോ. കണ്ടോ? ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചു. എന്നിട്ട് ആ ഒരു നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതേ ഷേപ്പിൽ നമുക്കിതിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ആ നെക്കിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് കിട്ടാനാണ് നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ? ഇതുപോലെ താഴത്തേക്ക് ഒന്ന് വരച്ചു കൊടുത്തു. കണ്ടോ? ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് പാച്ച് വർക്ക് വന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷോൾഡർ 7.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാച്ചിന് ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. അതേ കണ്ടോ? ഈ ഒരു അളവ് എടുക്കുക 5.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ? അവിടെ 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്ക് ആദ്യം വരച്ചിട്ടുണ്ടല്ലോ, ആ പാച്ചിൻ്റെ 5.5-ൽ നിന്ന് ഒരു 9 ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി. ആ 5.5 നമ്മൾ എടുത്തിരിക്കുന്നത്, അതേ 5.5 തന്നെ ആ 9-ൻ്റെ ഭാഗത്തും 5.5 തന്നെ എടുത്ത് അവിടെ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ ആ ഒരു 9-ൽ നിന്ന് താഴോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ? ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ആ ഒരു ഭാഗം, ആ പാച്ചിൻ്റെ ഒരു ഭാഗം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടോ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു പൈപ്പിംഗ് കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടി വേറൊരു കളർ തുണി കണ്ടില്ലേ, ഒരു നീല കളർ തുണി ഞാൻ എടുത്തു കൊണ്ടുവന്നു. 1.5 ഇഞ്ചിൽ ഞാനൊരു ക്രോസ് പീസ് ആക്കിയിട്ട് അതിൽ നമ്മൾ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ത്രെഡ് കിട്ടില്ലേ, അപ്പോൾ അതിങ്ങനെ വെക്കുക. ഇത്തിരി കനം കുറഞ്ഞ പൈപ്പിംഗ് ആണ് കേട്ടോ, ത്രെഡാണ്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നമ്മളൊന്ന് നമ്മുടെ ഫൂട്ടർ മാറ്റി നമ്മുടെ പൈപ്പിംഗ് ഇത് വെക്കില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു പൈപ്പിംഗ് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ സൈഡ് ഇത്രയും വീതി വേണ്ട കേട്ടോ, കുറച്ചൊന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ അതുപോലെ വെട്ടി കൊടുത്തോളാം നിങ്ങൾ തയ്ക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുക. നമ്മുടെ ആ റൈറ്റ് സൈഡ്, അതായത് നല്ല പുറത്ത് വെക്കുക കേട്ടോ. ആ പാച്ചിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ വീതി ഇത്തിരി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ വരിക കേട്ടോ. നമ്മൾ ആ ഒരു പൈപ്പിങ്ങിനോട് ചേർത്ത് നമ്മൾ മെയിനായിട്ട് തയ്ക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പൈപ്പിങ്ങിൻ്റെ ആ ഒരു ത്രെഡിനോട് ചേർത്ത് നമ്മൾ തയ്ക്കണം കേട്ടോ. പിന്നെ തൽക്കാലം ഈ പൈപ്പിങ്ങിൻ്റെ വീതി കുറച്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനരികോട് ആ പൈപ്പിങ്ങിൻ്റെ അരികിനോട് ചേർത്ത് നമ്മളൊന്ന് തയ്ച്ചു കൊണ്ടുവരും കേട്ടോ. ഇതുപോലെ തയ്ച്ചു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറയുന്നത്. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് മനസ്സിലാവും. ആ തയ്ക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു കർവായിട്ടുള്ള ആ ഒരു ഷേപ്പുകളില്ലേ, ആ ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടോ. പിന്നിലേക്ക് തിരിക്കുമ്പോൾ നന്നായിട്ട് തിരിഞ്ഞു പോകാനാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നന്നായിട്ട് ആ വളവുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തിരിച്ചിടാൻ നോക്കാം. ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ? ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടും. കണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി നമുക്ക് നൈറ്റിയുടെ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ നൈറ്റിയുടെ ആ ഒരു നല്ല ഫ്രണ്ട് ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചീത്തപ്പുറം എടുക്കുക കേട്ടോ. നൈറ്റിയുടെ ചീത്തപ്പുറം അതുപോലെ പാച്ചിൻ്റെ നല്ല പുറം ഒരുമിച്ച് വയ്ക്കുക കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ? പാച്ചിൻ്റെ നല്ല പുറമാണ് ഒരുമിച്ച് വെച്ച് ചെയ്യണത്. അതുപോലെ നൈറ്റിയുടെ ചീത്തപ്പുറം, അതായത് ഫ്രണ്ടിലേക്ക് മറച്ചിടാനാണ് കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ആ നെക്കിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ചുറ്റും തയ്ച്ചു കൊടുക്കുക. കണ്ടോ? ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ? 1/2 ഇഞ്ചിൽ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കർവ് ഷേപ്പിലൊക്കെ ഒന്ന് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ പതുക്കനെ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് വെട്ടുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ? നമുക്കിത് തിരിച്ചിട്ടിട്ട് നോക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ? ഇതുപോലെ മറച്ചെടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കട്ടോ. ഇത് കണ്ടില്ലേ? അതുപോലെ അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും.
ഞാനതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഭാഗമില്ലേ, നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ ആ ഭാഗം അതൊന്ന് പിൻ വെച്ചിട്ട് കുത്തി നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. കണ്ടോ, ആ ഒരു റെഡ് പൈപ്പിങ്ങിലേക്ക് കയറി തയ്ക്കരുത്. ആ റെഡിൻ്റെ ആ ഒരു ഭാഗത്തോടെ മാത്രം നമ്മൾ അറ്റത്തോടെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദേ തയ്ച്ചു കൊണ്ടുവന്നു, കണ്ടാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ദേ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ആ റെഡിനോട് ചേർത്ത് പൈപ്പിങ്ങിലല്ല തയ്ച്ചിരിക്കേണ്ടത്, അതിൻ്റെ ഇപ്പുറത്തോടെയാണ് തയ്ച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്ക് പറയുകയാണ്. ബാക്ക് നെക്കിൽ ഒന്നും ചെയ്യാനില്ല, നമുക്കൊരു ക്രോസ് പീസ് നമ്മളിതുപോലെ 1.5 ഇഞ്ചിൻ്റെ ഞാൻ മുറിച്ചെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് പീസ് വെക്കാൻ അറിയാലോ, അപ്പോൾ അത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഇതിൽ കാണിക്കണില്ല. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് കഴിഞ്ഞാൽ അതുപോലെ മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ആ ഒരു നമ്മുടെ കർവ് ഷേപ്പുകളിലൊക്കെ ഒരു ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തതാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുത് നിങ്ങൾ. ഇനി നമ്മുടെ ഫ്രണ്ടിൽ എല്ലാ വർക്കും നമ്മുടെ കഴിഞ്ഞില്ലേ, ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ആ ഒരു ക്രോസ് പീസ് വെച്ചതിൻ്റെ ഇതുപോലെ ഈ വീഡിയോയിൽ പറയണേലേറെ മനസ്സിലാവും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരയിഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. ഇപ്പുറത്തും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഇതിൻ്റെ ആ ആ ഒരു ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അരയിഞ്ചിൽ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതുപോലെ അവിടെ ചെറിയ നോച്ചസ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മൾ തയ്ച്ച് ഫിനിഷിംഗ് ആക്കി കൊണ്ടുവന്നു കേട്ടോ. കണ്ടോ, ഷോൾഡർ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. പാച്ച് ശരിയായി. ഇനി പിന്നെ കണ്ടോ, ഇനി ഇതിൻ്റെ സ്ലീവ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഈ സ്ലീവിന് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ തേര് ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം മടക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീവും അതിൽ വെച്ച് കൊടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ 1 ഇഞ്ച് സീം അലവൻസിൽ നമ്മൾ താഴോട്ട് തയ്ച്ചു കൊടുക്കാം. അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടോ, ഇതിപ്പോൾ ഞാനതൊക്കെ തയ്ച്ചു കൊടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ പാച്ചൊക്കെ ശരിയാക്കി കൊണ്ടുവന്നു. പിന്നെ താഴോട്ട് ഞാനിത് കണ്ടോ, അതിൻ്റെ അടിയിലൊന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ലെങ്ത്ത് കുറച്ച് കുറവാണ്, 54 ഇഞ്ച് വേണം എനിക്ക്. അപ്പോൾ എൻ്റെ ഇത്രയാണ് നമുക്ക് നൈറ്റിയിൽ ചെയ്യാനുള്ളൂ. വേറെ എളുപ്പമാണ് കണ്ടോ. ഇതുപോലെ നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ തന്നെ തയ്ച്ച് നമ്മളിടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇത് എളുപ്പമാണ്, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. എല്ലാവരും യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.